ലിഡിയ, ആശുപത്രിയിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരാൾ വെന്റിലേറ്ററിൽ എന്ന് നേരത്തെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയും മാറാൻ സാധ്യതയുണ്ട്. കാരണം ഗുരുതരമായി പൊള്ളലേറ്റവരാണ്. 70% മുകളിലൊക്കെ പൊള്ളലേറ്റ 5 പേരോളം ഉണ്ട് എന്നൊക്കെയാണല്ലോ ഡോക്ടേഴ്സ് പറഞ്ഞത്. അനുജ, തീർച്ചയായും അത് തന്നെയാണ്. അതീവ ഗുരുതരമായി 5 പേർ തുടരുന്നു എന്നുള്ളതാണ്. 7 പേരാണ് 13 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് വേണം പറയാൻ. ഒരാൾ വെന്റിലേറ്ററിൽ കൂടിയാണ്. 70%-ലധികം പൊള്ളലേറ്റവരാണ് ഈ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ എന്നുള്ളതാണ്. 12 മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 7 എണ്ണം അത് ബോഡി അങ്ങനെ തന്നെ തന്നെയാണ്, മൃതദേഹം അതുപോലെ തന്നെ കിട്ടിയതാണ്. മറ്റത് 5 മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 12 മരണമാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. എന്നാലും മരണസംഖ്യ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം 13 മരണം എന്നുള്ളതാണ്. 5 പേർ ഗുരുതരാവസ്ഥയിൽ എന്നതാണ്. അതായത് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഗുരുതരാവസ്ഥയിൽ പൊള്ളലേറ്റ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്. 5 പേരുടെ നില ഗുരുതരം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ മരണം 13 ആയിരിക്കുന്നു. തുടരാം. അനുജ, മരണം 13 ആയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഓരോ മിനിറ്റിലും അത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ 5ഉം 6ഉം ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഓരോ മിനിറ്റിലും അത് കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 12 പേർ ചികിത്സയിലുണ്ട്. അവരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. 13 പേരിൽ 5 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. അതിൽ ഗുരുതരാവസ്ഥയിലുള്ളവർ 70%-ലധികം പൊള്ളലേറ്റ ആളുകളാണ് എന്നുള്ളതാണ്. 13 മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ മിനിറ്റിലും ഈ മരണസംഖ്യ ഉയരുന്നുള്ളതാണ്. മാത്രമല്ല ഈ കാഷ്വാലിറ്റികൾ അത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അല്പസമയം മുൻപ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ ഒരു അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് ഈ പരിക്കേറ്റവരെ എല്ലാവരെയും തന്നെ എത്തിച്ചിട്ടുള്ളത്. മറ്റ് ആശുപത്രികളിലും ആവശ്യമെങ്കിൽ സജ്ജീകരണങ്ങൾ ഒരുക്കും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ അടിയന്തര ഘട്ടം നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ഇടങ്ങളിൽ നിന്ന്, മറ്റ് ജില്ലകളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സംഘങ്ങളെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ സംഘങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി അല്പസമയം മുൻപ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വ്യക്തമാക്കാനുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അപകടം നടന്ന കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് അത് പൊട്ടിത്തെറി ഉണ്ടായ അത്രയധികം ഭീകരമായുള്ള രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് അടക്കം എത്തുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനിയും അത്തരത്തിൽ 40ഓളം പേർ ഉണ്ടായിരുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും മരണസംഖ്യ അല്ലെങ്കിൽ പരിക്കേറ്റവർ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത അത് തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ബേൺസ്, അതായത് ഈ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനായി അല്ലെങ്കിൽ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകാനായിട്ടുള്ള ഏറ്റവും അടിയന്തരമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു മരിച്ച ആളുകളുടെ ഇനി ഉള്ള ഒരു നടപടികൾ എന്ന് പറയുന്നത് മരിച്ച ആളുകളുടെ തിരിച്ചറിയലും കാര്യങ്ങളും ഒക്കെ നടത്തുക, പോസ്റ്റ്മോർട്ടം അടക്കം നടത്തുക എന്നുള്ളത് കൂടിയാണ് ഇനിയുള്ള അടുത്ത നടപടികൾ എന്ന് പറയുന്നത്. അതും എത്രയും വേഗത്തിലാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഈ മരിച്ച ആളുകൾ, അതായത് 5 ശരീരം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ആരാണ് എന്നത് അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടത്താനാണോ തീരുമാനം? ഫോറൻസിക് സർജന്മാരുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി തീരുമാനിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മരിച്ചവരിൽ, അതായത് 13 മരണത്തിൽ അതിൽ 5 പേരുടേത് അത് മൃതദേഹത്തിന്റെ ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതടക്കമുള്ള തിരിച്ചറിയലും കാര്യങ്ങളുമൊക്കെ കൃത്യമായി നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് സമയം ആവശ്യമാണ് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും എത്രയും വേഗത്തിൽ തിരിച്ചറിയലിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് സർജന്മാരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം നടത്താനടക്കം തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും
പുതിയ വിവരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ദുരന്തത്തിന് അത്രയധികം വ്യാപ്തിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇങ്ങോട്ടേക്ക് എത്തുന്ന പല മൃതദേഹങ്ങളും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കൃത്യമായി ഒരു മൃതദേഹമെന്ന് നമ്മൾക്ക് പറയാനാവില്ലെങ്കിൽ പോലും മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളായാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്ക് 70% പൊള്ളലുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ ശരീരഭാഗങ്ങൾ അറ്റുപോയ ആളുകളുണ്ട്. അത്തരത്തിൽ വളരെ ദയനീയമായിട്ടുള്ള അത്രയധികം അപകടകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു വിവരങ്ങൾ തന്നെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്നത്. മാത്രമല്ല ഈ ഒരു പരിക്കേറ്റവർക്ക് അത്യധികം കൃത്യമായിട്ടുള്ള ചികിത്സ, അടിയന്തര ചികിത്സ നൽകുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്പം മുമ്പ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എത്രയും വേഗത്തിൽ ഈ തിരിച്ചറിയൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കും. അതുപോലെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ദയനീയമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകൾ, പരിക്കേറ്റെത്തുന്ന ആളുകൾ, അവരുടെ ശരീരഭാഗങ്ങൾ അറ്റുപോയ ആളുകളുണ്ട്. ശരീരങ്ങൾ ചിതറിത്തെറിച്ച അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് അത്രയധികം ദയനീയമായിട്ടുള്ള, അത്രയധികം ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ മിനിറ്റിലും ഇത് പരിക്കേറ്റവരുടെ എണ്ണം കൂടുകയാണ്. അതുപോലെ തന്നെ ഈ മരണസംഖ്യ കൂടി ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത്രയധികം ആഴമുള്ള, അത്രയധികം ഗ്രാവിറ്റിയുള്ള ഒരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പ്രത്യേകിച്ച് 40ഓളം ജീവനക്കാർ പണിയെടുക്കുന്നുണ്ടായിരുന്നു, തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ആരോഗ്യമന്ത്രി ഒപ്പം തന്നെ മുഖ്യമന്ത്രിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കൂടാതെ ജനറൽ ആശുപത്രിയിലും തൊട്ടടുത്തൊക്കെയുള്ള സ്വകാര്യ ആശുപത്രികളിലൊക്കെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കണം എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ പരിക്കേറ്റവരെ എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? നേരത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു അങ്ങനെ തങ്ങൾക്കറിയില്ല എന്നാണ്. നിലവിൽ മറ്റ് ആശുപത്രികളിലേക്ക് പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പരിക്കേറ്റ ആളുകളെ എല്ലാവരെയും തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതായി ആണ് വിവരം എന്നുള്ളതാണ്. നമുക്കിവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പങ്കുവയ്ക്കാനാവുക അത്തരത്തിൽ കൂടിയാണ്. പക്ഷേ ഈ 13 പേർ നിലവിൽ ഇവിടെ ചികിത്സയിലുണ്ട്. അവരുടെ വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞതുപോലെ 13 പേരുടെ മരണസംഖ്യ കൂടിയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ഔദ്യോഗികമായി നിലവിൽ പറയുന്നത്. ഔദ്യോഗികമായി സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ പറയുന്നത് അത്തരത്തിൽ കൂടിയാണ്. ഈ 13 പേർ ചികിത്സയിലുള്ളവർ, അതിൽ 5 പേരുടെ നില അതീവ ഗുരുതരം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ വെന്റിലേറ്ററിൽ കൂടിയാണ്. 70% പൊള്ളലേറ്റ ആളുകളുണ്ട്. ഈ ശരീരഭാഗങ്ങൾ ചിതറിയ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ അറ്റുപോയ ആളുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ അടിയന്തര ഘട്ടം നേരിടാൻ മറ്റ് ആശുപത്രികളിൽ കൂടി, തൊട്ടടുത്തുള്ള ആശുപത്രികൾ കൂടി സജ്ജമാണ് എന്നുള്ളത് കൂടിയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് നിലവിൽ മെഡിക്കൽ കോളേജിൽ എല്ലാവിധ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അങ്ങോട്ടേക്ക് കൂടുതൽ ആംബുലൻസുകൾ വരുന്നുണ്ടോ ലിഡിയ? അല്പസമയം മുൻപ് ഒരു ആംബുലൻസ് വരുന്നത് കണ്ടിരുന്നു. അങ്ങനെ കൂടുതൽ ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടോ? അനുജ, അല്പസമയം മുൻപ് ഒരു ആംബുലൻസ് വന്നിരുന്നു. അത്തരത്തിൽ പരിക്കേറ്റ ആളെ കൊണ്ടുവന്ന ആംബുലൻസ് ആണ്. അതാണ് ഈ ഒരു 13 എന്നുള്ള കണക്കിലേക്ക് എത്തിയത്. ഒരു 13ാമത്തെ ആളാണ്. ഈ പരിക്കേറ്റവരുടെ കണക്ക് പറയുമ്പോൾ അതൊരു 13ാമത്തെ ആളാണ് അത്തരത്തിൽ കൊണ്ടുവന്നത്. പക്ഷേ ഒരു കുറച്ച് മണിക്കൂറുകളായി നിരവധി ആംബുലൻസുകൾ വന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ഒരു വിഭാഗം പ്രത്യേകം ഇതിനു വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അപകടത്തിൽ പരിക്കേറ്റവർക്കായി അവർക്ക് ഉടനടി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനായി, ഉടനടി അടിയന്തര ചികിത്സ നൽകുന്നതിനായി അടക്കം ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു പ്രത്യേക വിഭാഗം അത് മാറ്റിവെച്ചിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിന്റെ ഒരു പ്രത്യേക ഭാഗം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റുള്ള കേസുകൾ, മറ്റുള്ള അത്യാഹിതമായി വരുന്ന ആളുകളെ കൂടി മറ്റൊരു സൈഡിൽ കൂടി പ്രവേശിപ്പിച്ച് ഈ ഒരു അത്യാഹിത വിഭാഗം മുഴുവനായും, അല്ലെങ്കിൽ ഒരു അത്യാഹിത വിഭാഗത്തിന്റെ ഒരു ഭാഗം മുഴുവനായും ഈ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകാനുള്ള, അവരെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറ്റാനുള്ള സജ്ജീകരണങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു ബേൺ യൂണിറ്റ് തന്നെ കൃത്യമായി ഒരു റെഡ് സോണായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയ ഒരുപാട് ആളുകളുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളുണ്ട്. അല്പസമയം മുൻപ് ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആള് ഇവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുൻപ് അവരോട് സംസാരിച്ചപ്പോഴും നമുക്ക് വ്യക്തമാകുന്നത് അത്തരത്തിലാണ്. അതായത് വലിയ അപകടം, വളരെ വ്യാപ്തിയുള്ള ആഴമുള്ള ഒരു അപകടം
തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്. അതായത് അത് കണ്ട് കേട്ട് അറിഞ്ഞു വന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിന്റെ മുൻപിൽ നിരവധി ആളുകൾ, ജനപ്രതിനിധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകൾ, MLA അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. സജ്ജീകരണങ്ങൾ നൽകാനായി എത്തിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതും അത്തരത്തിൽ തന്നെയാണ്. വലിയൊരു വിഭാഗം ആവശ്യമായിട്ടുള്ള സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കുമായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് അടിയന്തര ചികിത്സ നൽകാനുള്ള ഒരു സജ്ജീകരണങ്ങളും കാര്യങ്ങളുമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാഴ്ച, അതീവ ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ്. പരിക്കേറ്റ ആളുകളെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ഒരു ആശുപത്രിയുടെ, അതായത് അത്യാഹിത വിഭാഗത്തിൻ്റെ ഒരു ഭാഗം മുഴുവനായും ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത്തരത്തിൽ എത്രയും പെട്ടെന്ന് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ച്, പരിക്കേറ്റ ആളുകളെ എത്തിച്ച് അടിയന്തര ചികിത്സയും കാര്യങ്ങളുമൊക്കെ നൽകുക എന്നുള്ളതാണ്. ഫസ്റ്റ് എയ്ഡുകൾ നൽകുക, പരിക്കേറ്റ ആളുകളെ അവരുടെ പരിക്കിൻ്റെ ഒരു ആഴം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സകൾ എത്രയും വേഗം നൽകുക എന്നുള്ളതാണ്. അതിനാണ് ശ്രമിക്കുന്നത് നിരവധി ഡോക്ടർമാർ, പ്രത്യേകിച്ച് കൂടുതൽ ഡോക്ടർമാരെ. പ്രധാനമന്ത്രിയുടെ അനുശോചന കുറിപ്പ് കൂടി പുറത്തു വരികയാണ്. ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി. പരുക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ എക്സിലെ കുറിപ്പ്. പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ ദുഃഖത്തിനൊപ്പമാണ് താൻ എന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പരുക്കേറ്റവർ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. എക്സിലാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. ഏറ്റവും ഒടുവിൽ 13 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ചിലരുടേത് മാത്രമാണ് മുഴുവൻ ശരീരമായി ലഭിച്ചിട്ടുള്ളത്. ബാക്കി ശരീരഭാഗങ്ങളാണ്. ഇതാരാണ് മരണമടഞ്ഞത് എന്നതൊക്കെയുള്ളത് ഇനി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു എന്നാണ് നേരത്തെ സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. ചികിത്സയ്ക്കൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് മെഡിക്കൽ കോളേജിൽ എന്നാണ്. മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ കൊണ്ടുപോയതായി ഇതുവരെ നമുക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ 13 പേർ അവിടെ പരുക്കേറ്റ് ചികിത്സയിലുണ്ട്. അതിൽ തന്നെ 5 പേരുടെ നില ഗുരുതരമാണ്. 70% പൊള്ളൽ ഏറ്റ ആളുകളാണ്. വെന്റിലേറ്ററിലുള്ളവരുണ്ട്. ഈ കണക്ക് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. കാരണം പൊള്ളലേൽക്കുക എന്ന് പറയുമ്പോൾ അതും 70% മുകളിലേക്ക് പൊള്ളലേൽക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ഗുരുതരാവസ്ഥ തന്നെയാണ്. എന്താണ് ഇനി അടുത്ത നടപടികൾ? അതായത് കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പരുക്കേറ്റ കൂടുതൽ ആളുകളുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. തൽക്കാലം തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്ന് ഫയർഫോഴ്സ് മേധാവി നേരത്തെ 24 പ്രതിനിധി അലക്സ് റാം മുഹമ്മദിനോട് പറഞ്ഞിരുന്നു. ഒപ്പം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് റിപ്പോർട്ട് എന്ന് ഇവർക്ക് ലൈസൻസ് നൽകിയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.